നമസ്കാരം. കേരളത്തിന്റെ ഒരു അഭിമാന പദ്ധതിയാണ് നമ്മുടെ കെ ഫോൺ പദ്ധതി. ഈ കെ ഫോൺ പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയത് ആദ്യ ഇടതുപക്ഷ സർക്കാരായിട്ടുള്ള പിണറായി സർക്കാർ തന്നെയാണ്. 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാരാണ് തുടക്കം കുറിച്ചത്. എന്നാൽ 2018 പ്രളയവും 2019 രണ്ടാമത്തെ പ്രളയവും അതുപോലെ തന്നെ നിപ്പ, കോവിഡ് തുടങ്ങിയ പ്രതിസന്ധികൾ ഉണ്ടായത് മൂലമാണ് അതിന്റെ കേബിൾ ഇടുന്ന പ്രവൃത്തിയും മറ്റും കാലതാമസം വന്നത്. ഇപ്പോൾ അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഒരു അഭിമാന പദ്ധതി എന്ന് തന്നെ പറയാവുന്ന കെ ഫോൺ പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ ഇപ്പോൾ ഒരു സംസ്ഥാനം കൂടി നമ്മുടെ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കാകെ അഭിമാനം തരുന്ന ഒരു കാര്യമായിട്ടാണ് സർക്കാർ ഇതിനെ വിലയിരുത്തുന്നത്. ആദ്യം തമിഴ്നാട് സർക്കാരാണ് കെ ഫോണിനെ പറ്റി പഠിക്കുന്നതിനും വളരെ കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് സൗകര്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച ആദ്യ സംസ്ഥാനമെന്ന കേരളത്തിന്റെ ഈ പ്രത്യേകത അത് മനസ്സിലാക്കുന്നതിന് ആദ്യം എത്തിയത് തമിഴ്നാട് സർക്കാരായിരുന്നു. തമിഴ്നാട് സർക്കാർ അതിനെക്കുറിച്ച് പഠിക്കുകയും എങ്ങനെയാണ് അത് കേരളത്തിൽ നടപ്പിലാക്കുന്നത് എന്നുള്ളത് വിശദമായി തന്നെ അവർ കേരള സർക്കാരുമായി ആലോചിക്കുകയും അവിടെ കേരള മോഡൽ തന്നെ തമിഴ്നാട്ടിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും ആ സർക്കാർ തയ്യാറായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ ഒരു സംസ്ഥാനമായിട്ടുള്ള തെലങ്കാനയും അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ അയച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഏകദേശം 20 ലക്ഷത്തോളം വരുന്ന BPL കുടുംബങ്ങൾക്കും താഴേക്കിടയിലുള്ള മറ്റ് ജനവിഭാഗത്തിനും താഴേക്കിടയിൽ BPL വ്യത്യാസമില്ലാതെ മുകളിലുള്ള BPL അല്ലാതെ മുകളിലുള്ള ബാക്കിയുള്ള ഉപഭോക്താക്കൾക്കും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിപുലമായ ഒരു പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി. തെലങ്കാന ഫൈബർ ഗ്രിഡ് കോർപ്പറേഷൻ T-Fiber എന്ന് പറയുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ MD നേതൃത്വത്തിലുള്ള സംഘമാണ് കേരളത്തിലെത്തിയത്. കെ ഫോൺ വഴി കണക്ഷൻ നൽകിയ സർക്കാർ ഓഫീസുകളും BPL വീടുകളും സംഘം സന്ദർശിക്കുകയുണ്ടായി. തിരുവനന്തപുരം പരുത്തിപ്പാറയിലെ കഴക്കൂട്ടത്തെയും പോയിന്റ് ഓഫ് പ്രസൻസുകൾ കെ ഫോൺ കണക്ഷൻ നൽകിയ മണ്ണാന്തല ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലും എത്തി.